കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങുമെന്ന്. 5 മിനിറ്റ് മുമ്പ് വായിക്കാൻ തുടങ്ങുന്നതിന് പ്രധാന കാരണം കഴിയുന്നത്രയും അക്ഷരശുദ്ധിയോടുകൂടി കേൾക്കാൻ സാധിച്ചാൽ നിങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടും. അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വായിക്കണം തോന്നുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിരിക്കും. ഭഗവത്ഗീത ഇങ്ങനെ വളരെ സ്ലോയിലി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എത്ര വായിക്കാൻ സാധിക്കുമോ അത്രയും വായിച്ച് പിന്നെ നമ്മൾ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകും. അപ്പോൾ തന്നെത്താനെ വായിക്കാൻ അറിയാവുന്നവർ ധൈര്യമായിട്ട് വായിക്കുക. വായിക്കാൻ അറിയാത്തവർക്ക് നോക്കിയിരിക്കുക. ഇപ്പോൾ 2-ാമത്തെ അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. സഞ്ജയ ഉവാച തം തദാ കൃപയാവിഷ്ട അശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തമിദം വാക്യമുവാച മധുസൂദന. ശ്രീഭഗവാനുവാച കുതസ്ത്വാകശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരമർജുന ക്ലൈഭ്യം ആസ്മഗമപാർത്ത നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ടപരം തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷിഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഗുരൂൻ ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ ന ചൈതദ്വിദ്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാന ജിജീവിഷാമാസ്തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്ര കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ വസവത്നവൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷീകേശം ഗുഡാകേശ പരം തപ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഋഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ശ്രീഭഗവാനുവാച അശോച്യാമന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഃ ന ത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ദേഹിനോऽസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർധീരസ്തത്ര ന മുഹ്യതി. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാഃ. ആഗമാപായിനോ അനിത്യതാം തിതിക്ഷസ്വ ഭാരത യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തസ്തനയോ തത്വദർശിഭിഃ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമപി യസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അന്തവന്ത ഇമേ ദേഹാ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതൗ നായം ഹന്തി ന ഹന്യതേ ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം
कथं स पुरुषः पार्थ कं घातयति हन्तिकम् वासांसि जीर्णानि यदा विहाय नवानि गृह्णाति नरोपराणि तदा शरीराणि विहाय जीर्णान्यन्यानि संयाति नवानि देहि नैनं चिन्धन्ति शस्त्राणि नैनं दहति पावकः न जैनं क्लेदयन्त्यापो न शोषयति मारुता अच्छेद्योऽयमदाख्योऽयम् अक्लेद्यो शोष्य एव च नित्यः सर्वगतस्थाणुरचलोऽयं सनातनः अव्यक्तोऽयमचिन्त्योऽयम् अविकार्योऽयमुच्यते तस्मादेवं विदित्वैनं नानुशोचितुमर्हसि अध चैनं नित्यजातं नित्यं वा मन्यसे मृतं तदापि त्वं महाबाहो नैवं शोचितुमर्हसि जातस्य हि ध्रुवोर्मृत्युः ध्रुवं जन्ममृतस्य च तस्मादपरिहार्येऽर्थे न त्वं शोचितुमर्हसि अव्यक्तादीनि भूतानि व्यक्तमभ्यानि भारत अव्यक्तनिधनान्येव तत्र का परिदेवना आश्चर्यवत् पश्यति कश्चिदेनम् आश्चर्यवद् वदति तथैव चान्यः आश्चर्यवच्चैनमन्यत् शृणोति श्रुत्वाप्येनं वेद न चैव कश्चित् देहि नित्यमवध्योऽयं देहे सर्वस्य भारत तस्मात् सर्वाणि भूतानि न त्वं शोचितुमर्हसि स्वधर्ममपि चावेक्ष्य न विकम्पितुमर्हसि धर्माब्धियुद्धाश्रयोऽन्यक्षत्रियस्य न विद्यते यदृच्छया चोपपन्नं स्वर्गद्वारमपावृतं सुखिनः क्षत्रिया पार्थ സുഖിനഃ ക്ഷത്രിയ. അപ്രത്യക്ഷ വരുമ്പോൾ ഇവിടെ വിസർഗം പറയണം. സുഖിനഃ ക്ഷത്രിയ പാർത്ഥാലഭന്തേ യുദ്ധമീദൃശം അതചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ച കീർത്തിർമരണാദതിരിച്യതേ ഭയാദ്രണാദുപരതം വംശ്യം തേ ത്വാം മഹാരഥാഃ യേഷാഞ്ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം. തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഏഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാദ്. വ്യവസായാത്മികാ ബുദ്ധിരേകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ അവ്യവസായിനാം യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിതഃ വേദവാദരദാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ. കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. ത്രൈഗുണ്യവിഷയാ വേദാ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ യാവാനർത്ഥ ഉദപാനേ സർവദഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മബലഹേതുർഭൂ മാതേ സംഗോസ്ത്വകർമ്മണി യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധഃ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാബലഹേതവഃ ബുദ്ധിയുക്തോ ജഹാതിഹ ഉഭേ സുകൃതദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം കർമ്മജം ബുദ്ധിയുക്താ ഹി ബലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം യദാ തേ മോഹകലിതം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച ശ്രുതിവിപ്രതിപന്നാദേ യദാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധിര തദാ യോഗമവാപ്സ്യസി. അർജുന ഉവാച സ്ഥിരപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവഃ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം.
ശ്രീഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടസ്ഥിതപ്രജ്ഞസ്തദോച്യതേ ദുഃഖേഷ്വനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധസ്ഥിതധീർമുനിരുച്യതേ യഃ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത യഥാ സംഹരതേ ചായം കൂർമോऽംഗാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ താനി സർവാണി സംയമ്യ യുക്താസീത മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഘാത് സഞ്ജായതേ കാമകാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനീന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ നാസ്തി ബുദ്ധിരയുക്തസ്യ യഥാ യുക്തസ്യ ഭാവന ന ചാഭാവയതഃ കുതഃ സുഖം ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനു വിധീയതേ തതസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംബസി തസ്മാത് യസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്ധത് തദ്വത്കാമായം പ്രവിശന്തി സർവേ ന ശാന്തിമാപ്നോതി ന കാമകാമീ വിഹായ കാമാന്യഃ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സശാന്തിമധിഗച്ഛതി ഏഷാ ഭ്രാമീ സ്ഥിതിഃ പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഏതാണ്ടൊരു 8 മിനിറ്റോളം എടുത്തു. 72 ശ്ലോകങ്ങൾ വായിക്കാനാണ് 8-8.5 മിനിറ്റ് എടുത്തത്. നിങ്ങളും ഇടയ്ക്ക് വായിക്കാൻ ശ്രമിക്കുക, നന്നായിരിക്കും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വായിക്കാം, സാധിക്കുമ്പോൾ. നിർബന്ധമൊന്നുമില്ല, അവനവന് സാധിക്കുന്ന മാതിരി. ഇനി നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് പോവാണ്. വളരെ ഉജ്ജ്വലമായിട്ടൊരു അധ്യായമാണ്. യഥാർത്ഥത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇതിലെ ഓരോ ശ്ലോകവും ആപ്ലിക്കബിളാണ്. ഓരോ ശ്ലോകവും ആപ്ലിക്കബിളാണ്. അതിനകത്ത് ആത്മീയത തൊട്ടിട്ടേയില്ല. അതാണ് ആത്മീയത ഒരു കുഴപ്പമുള്ള സാധനമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതിലും മതമോ സ്പിരിച്വാലിറ്റിയോ അല്ല. പ്യുവർ എവറി സെൽ ഇൻ യുവർ ബോഡി ഈസ് വർക്കിംഗ് ലൈക്ക് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ വേൾഡ് ഷുഡ് വർക്ക്. അത്രേ പറയുന്നുള്ളൂ. എല്ലാവരും, ഒരമ്മ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, അച്ഛൻ ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ഒരു ഭരണാധികാരി പ്രജകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. ആ കർമ്മത്തെക്കുറിച്ചാണ് ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. അമ്മ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് മാതൃധർമ്മം. അമ്മ എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടത്. അച്ഛൻ എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ് പിതൃധർമ്മം. മകൻ ജീവിതത്തിൽ മകൻ എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് അനുഷ്ഠിക്കേണ്ടതാണ് പുത്രധർമ്മം. മകളുടേത് പുത്രിധർമ്മം, ഭർത്താവിൻ്റേത് ഭർത്തൃധർമ്മം, ഭാര്യയുടേത് പത്നിധർമ്മം, പൗരൻ്റേത് പൗരധർമ്മം, രാജാവിൻ്റേത് രാജധർമ്മം, മന്ത്രിമാരുടേത് അമാത്യധർമ്മം, അധ്യാപകരുടേത് ആചാര്യധർമ്മം. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ മാതൃധർമ്മം പ്ലസ് പിതൃധർമ്മം പ്ലസ് പുത്രധർമ്മം പ്ലസ് പുത്രീധർമ്മം പ്ലസ് പത്നീധർമ്മം പ്ലസ് ഭർത്തൃധർമ്മം പ്ലസ് പൗരധർമ്മം പ്ലസ് ആചാര്യധർമ്മം പ്ലസ് രാജധർമ്മം പ്ലസ് 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 എറ്റ്സെട്ര ഇസ് ഈക്വൽ ടു സനാതനധർമ്മം. സനാതനധർമ്മം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല. മതമായിട്ടെടുത്താലും കുഴപ്പമില്ല, അതൊരു ജീവിതചര്യയാണ്. എന്തുകൊണ്ട് മതമായിട്ടെടുത്താലും കുഴപ്പമില്ലെന്ന് പറയുന്നു? മറ്റെല്ലാ മതങ്ങളും ഒരു വ്യക്തി പറഞ്ഞതാണ്. നമ്മുടെ സനാതനധർമ്മം ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ആയിരക്കണക്കിന് വ്യക്തികൾ പറഞ്ഞതാണ്. അതിനകത്ത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, അതിനകത്ത് ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തിയിട്ട് പുതിയത് എഴുതിക്കൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നതാണ് ഹിന്ദുധർമ്മം.
മറ്റൊരു മതത്തിനും ഇല്ലാത്തത് ഈ ധർമ്മത്തിനുണ്ട്. എന്താ കാരണം? ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട്, ആയിരക്കണക്കിന് വിഷയങ്ങൾ അവരെഴുതിയ പുസ്തകത്തിലുണ്ട്. അവരെഴുതിയത് ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമല്ല. അതിൽ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ വരുത്തി വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനാ ഇത്രയും ഗ്രന്ഥങ്ങൾ? ഒരു പുസ്തകത്തിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല. ഒരു വ്യക്തി വിചാരിച്ചാലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൊടുക്കാൻ സാധിക്കില്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആവില്ല. ഒരു വിഷയമല്ല മനുഷ്യർക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് വൈവിധ്യമാർന്ന വിഷയങ്ങൾ വേണം, അനവധി പുസ്തകങ്ങൾ വേണം. അതിനകത്ത് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് പുതിയ പുതിയ പുസ്തകങ്ങൾ വ്യാഖ്യാനങ്ങളായിട്ടോ ഉപാഖ്യാനങ്ങളായിട്ടോ എഴുതണം. ഇതിന് പെർമിഷനുള്ള ലോകത്തിലെ ഒരേ ഒരു ധർമ്മം ഹിന്ദു ധർമ്മമാണ്. ഇതിന് പെർമിഷനുള്ള ലോകത്തിലെ ഒരേ ഒരു ധർമ്മം ഹിന്ദു ധർമ്മമാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ധർമാധിഷ്ഠിതം സനാതന ധർമ്മം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം. ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ധാരണാത് ധർമ്മ ധാരയതി ഇതി ധർമ്മ. വാട്ട് എവർ ഈസ് ഇൻസ്ട്രക്ടിങ് യു, വാട്ട് എവർ ഈസ് ഡയറക്ടിങ് യു, വാട്ട് എവർ ഈസ് മോട്ടിവേറ്റിംഗ് യു, വാട്ട് എവർ ഈസ് ഷോയിങ് യു ദ പാത്വേ, ദാറ്റ് ഈസ് ധർമ്മ. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. ചാപ്റ്റർ 3. വളരെ സിമ്പിളായിട്ട് അർജുനന്റെ ഒരു ചോദ്യമാണ് കൃഷ്ണന്റെ അടുത്ത്. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഈ 72 ശ്ലോകത്തില് 8 മാറ്റി നിർത്തിയാൽ, 8-10 മാറ്റി നിർത്തിയാൽ ഈ 60ഓളം ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണ, നീ ജ്ഞാനയോഗത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞല്ലോ, ജ്ഞാനയോഗത്തിന്റെ മഹത്വം പറഞ്ഞല്ലോ. ആ ജ്ഞാനയോഗത്തിന്റെ മഹത്വം പറഞ്ഞ നീ എന്തിനെന്നെ കൊണ്ട് ഈ യുദ്ധത്തിൽ ഇത്രയും ഘോരമായ കർമ്മം ചെയ്യിക്കുന്നു കൃഷ്ണ? ഈ ജ്ഞാനയോഗം പോരെ എനിക്ക്. അപ്പോ ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന. അല്ലയോ ജനാർദ്ദന, നിന്റെ അഭിപ്രായത്തിൽ ജ്ഞാനയോഗമാണ് കർമ്മത്തെക്കാളും മഹത്തരമെങ്കിൽ, ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ നിന്റെ അഭിപ്രായം ബുദ്ധി ജ്ഞാനയോഗമാണ് കർമ്മത്തെക്കാൾ മഹത്തരമെങ്കിൽ, തത്കിം കർമ്മണി ഘോരേമാം, ഈ ഘോരമായ യുദ്ധത്തിൽ എന്നെ എന്തിനാ കൃഷ്ണ വലിച്ചഴക്കുന്നത്? എന്നെ എന്തിനാ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുന്നത്? നിയോജയസി കേശവ, നീ എന്തിനാ എന്നെ പുഷ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട്? ഇതാണ് നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയില്ലേ, അദ്ദേഹം YMCA ഒരു ലെക്ചറിൽ ഞാനവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്, മുമ്പിൽ നിന്ന് കണ്ടാൽ ആണും പുറകിൽ നിന്ന് കണ്ടാൽ പെണ്ണുമാണ്. അപ്പം അദ്ദേഹം പറയേണ്ട എന്തിനാ യുദ്ധം നടത്തിയത്, എന്തിനാ യുദ്ധം ചെയ്തതെന്ന്. ഇത് അദ്ദേഹം വായിച്ചിട്ടില്ല. മഹാഭാരത യുദ്ധത്തിനെതിരെ അദ്ദേഹം പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലെക്ചറായിരുന്നു. ഞാൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അടുത്തത് ഗോപാലകൃഷ്ണൻ്റെ ലെക്ചർ ആയത് കാരണം ഞാൻ നിൽക്കണില്ല, പോവാണെന്ന് പറഞ്ഞെങ്കിൽ പോവുകയും ചെയ്തു. അടുത്ത വരി വ്യാമിശ്രേണൈവ വാക്യേന. അർജുനൻ കൃഷ്ണനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാൻ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കുകളിലൂടെ, വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധി മോഹയസീവമേ, എന്നെ വീണ്ടും കൺഫ്യൂസ് ചെയ്യിക്കരുത് കൃഷ്ണ. നീ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയണം. വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധി മോഹയസീവമേ, എൻ്റെ വിവേകത്തെ, എൻ്റെ ചിന്താശക്തിയെ, എൻ്റെ റാഷണൽ കപ്പാസിറ്റിയെ, എനിക്ക് അനാലിറ്റിക്കൽ കപ്പാസിറ്റിയെ കൺഫ്യൂസിംഗ് ആയിട്ട് പറഞ്ഞിട്ട് എന്നെ അവിടെയും ഇവിടെയും അല്ലാത്ത അവസ്ഥയിലാക്കരുത്. തദേകം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയ. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്താലാണോ ഭാവിയിൽ എനിക്ക് പ്രശ്നമില്ലാതെ വരുന്നത്, എന്ത് ചെയ്താലാണോ ലോകം എന്നെ വിമർശിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്, എന്ത് ചെയ്താലാണോ പിന്നീട് എനിക്ക് ദുഃഖിക്കേണ്ട അവസ്ഥ ഇല്ലാത്ത അവസ്ഥ വരുന്നത്. അതുകൊണ്ട് തദ് ഏകം, അതുകൊണ്ട് ഏകം വധ, ഒറ്റ കാര്യമേ പറയാവൂ, നിശ്ചിത്യ, ചിന്തിച്ചുറപ്പിച്ചിട്ട്, ഏന ശ്രേയോഹമാപ്നുയ, എനിക്ക് ഏത് ചെയ്താലാണോ ശ്രേയസ്കരമായിട്ടുള്ളത് അത് ചെയ്യാം. ഞാൻ ഇന്നലെ പറയേണ്ടായി, സയൻറ്റിഫിക് ആണോ ലോജിക്കലാണോ റാഷണൽ ആണോ എന്നുള്ളതിനേക്കാളുപരി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് യൂസ്ഫുൾ ആണോ എന്നുള്ളതാണ്. സയൻറ്റിഫിക് ആയിരിക്കാം, അല്ലായിരിക്കാം, റാഷണൽ ആയിരിക്കാം, അല്ലായിരിക്കാം, അതുപോലെ തന്നെ ലോജിക്കൽ ആയിരിക്കാം, അല്ലായിരിക്കാം, പക്ഷെ യൂസ്ഫുൾ ആണെങ്കിൽ അത് എടുക്കുക. ഇവിടെയും പറയാം, എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതൊന്നും എന്നോട് ഇപ്പോൾ പറയണ്ട. ഞാൻ എന്ത് ചെയ്താലാണോ എനിക്ക് പിന്നീട് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥ വരുന്നത് അത് വധ നിശ്ചിത്യ, ചിന്തിച്ചുറപ്പിച്ചിട്ട് അല്ലയോ കൃഷ്ണ എന്നോട് പറയുക. അടുത്തത് ശ്രീ ഭഗവാൻ വാച. കൃഷ്ണൻ പറയാൻ
ആ കൃഷ്ണന്റെ വരിയുടെ അപ്രോച്ചാണ് ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ. അല്ലയോ അർജുന, ജ്ഞാനയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ഭക്തിയോഗത്തെക്കുറിച്ചും ഒക്കെ ഞാൻ നിന്നോട് പറയുന്നുണ്ടാവും. പക്ഷെ ഒന്ന് ഉറപ്പാണ്, അസ്മിൻ ലോകേ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത മയാനഘ. അല്ലയോ പാപപങ്കിലമല്ലാത്ത ചിന്താധാരയുള്ള അർജുന, തിന്മകള് ഏൽക്കാത്ത അർജുന എന്നർത്ഥം. അനഘ എന്ന് പറഞ്ഞാൽ തിന്മകൾ ഏൽക്കാത്ത അർജുന, അസ്മിൻ ലോകേ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത. ഞാൻ പറയുന്നു എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്, പണ്ട് മുതൽക്ക് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പണ്ടുള്ളവർ പറയുന്നു ഈ ലോകത്തിൽ രണ്ട് ജോലിയെ ചെയ്യാനുള്ളൂ. ഈ ലോകത്തിൽ 2 തരത്തിലുള്ള മിഷനാണ്, 2 തരത്തിലുള്ള വർക്കാണ്, 2 തരത്തിലുള്ള ധർമ്മമാണ് ചെയ്യാനുള്ളത്. അസ്മിൻ ലോകേ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത. പണ്ടുള്ളവർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ പുതിയതായിട്ട് പറഞ്ഞിട്ട് നിന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നൊന്നുമില്ല. ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേണ യോഗിന. ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോട് കൈകൂപ്പി പറയാൻ എനിക്കുള്ളത്, ഈ 2ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. ജ്ഞാനയോഗേന സാഖ്യാണാം, അറിവ് നേടി അറിവ് കൊടുക്കുന്ന ദൗത്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ അത് ഇന്റലക്ച്വൽ വർക്ക്, അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക്. നല്ല രീതിയിൽ ഫിസിക്കലി വർക്ക് ചെയ്യുക. ഇങ്ങനെയാ ഫിസിക്കൽ വർക്ക് ചെയ്യുക. നിനക്ക് മാതാമൃതാനന്ദമയുടെ നിനക്കെന്നല്ല നിങ്ങൾക്ക് മാതാമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ധൈര്യമായിട്ട് അവിടെ ചെന്ന് പ്രവർത്തിക്കാം. സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ സാധിക്കുമെങ്കിൽ അവിടെ പ്രവർത്തിക്കാം. ചിന്മയ മിഷനിൽ സാധിക്കുമെങ്കിൽ അവിടെ പ്രവർത്തിക്കാം. ശ്രീ രവിശങ്കറിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ പ്രവർത്തിക്കാം. പിന്നെ NSSൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ജി സുകുമാരൻ നായരെ തൽക്കാലം നോക്കണ്ട. അതുപോലെ SNDPയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ വെള്ളാപ്പള്ളിയെ നോക്കാൻ പോകണ്ട. അതിനകത്തിരുന്നുകൊണ്ട് അതിനെ നന്മയിലേക്ക് കൊണ്ടുപോവുക. നേതാവാകാൻ നിൽക്കണ്ട, ലീഡർ ആവണ്ട, പ്രസിഡന്റ് ആവണ്ട, സെക്രട്ടറി ആവണ്ട, ഫിസിക്കലി ഇൻവോൾവ് ചെയ്യുക. എത്ര സാധിക്കുമോ അത്രയും. 2 വർക്കേ ഉള്ളൂ. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, പണ്ട്, ഇപ്പോൾ ചോദിക്കാറില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടേ സാറേ, കുറച്ച് സമയമുണ്ട്, ഞാനിപ്പോൾ ഫ്രീ ആണ്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയാറുണ്ട്, നിങ്ങൾ തീരുമാനിക്കണം എന്താ ചെയ്യേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഏത് പുസ്തകം വായിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ അച്ഛന് പിതൃകർമ്മം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം, ഞാനല്ല തീരുമാനിക്കണേ. ഏത് അമ്പലത്തിൽ പോകണം നിങ്ങൾ തീരുമാനിക്കണം, ഞാനല്ല തീരുമാനിക്കാം. പ്രായശ്ചിത്തം എന്ത് ചെയ്യണം ഞാനല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, അസ്മിൻ ലോകേ ദ്വിവിധാനിഷ്ഠ ജ്ഞാനയോഗേന സാഖ്യം. എന്തെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കാം. നാരായണീയം പറ്റുമെങ്കിൽ നാരായണീയം, ഭഗവത്ഗീതയുടെ 3-ാം അധ്യായം പറ്റുമെങ്കിൽ അത്, ആചാരങ്ങളെക്കുറിച്ച് പറ്റുമെങ്കിൽ അത്, വേദം പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്. പക്ഷെ തെറ്റായിട്ട് പഠിപ്പിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത്, പാട്ട് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്, നൃത്തം പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്. നല്ലത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് അതിൻ്റെ അത്യഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അറിവ് നേടി അറിവ് കൊടുക്കുക, ഒറ്റ വർക്ക്. മറ്റേ വർക്ക് ഫിസിക്കൽ വർക്ക്. നല്ല രീതിയിൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കുക. നേതാവാകാൻ നിൽക്കണ്ട, കൈയോട്ട് മേടിക്കാൻ ക്ലാപ്പിംഗ് വേണ്ടി നിൽക്കണ്ട, സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കണ്ട, പൊന്നാടയ്ക്ക് വേണ്ടി നിൽക്കണ്ട, ക്രെഡിറ്റിനും ഫോട്ടോയ്ക്കും വേണ്ടി നിൽക്കണ്ട. ചുമ്മാ അങ്ങ് ചെയ്തേക്കുക. 2 വർക്ക് ഓർമ്മിക്കണം. ഒന്ന് അറിവ് നേടി അറിവ് കൊടുക്കുന്ന വർക്ക്, ഇന്റലക്ച്വൽ വർക്ക്. മറ്റേത് ഫിസിക്കൽ വർക്ക്, ശാരീരികമായിട്ട്. അടുത്തത് ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോച്നതി. കർമ്മം ചെയ്യാതെ, കർമ്മത്തിൽ നിമഗ്നനാകാതെ കർമാതീതനാകാൻ സാധിക്കില്ല. കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മത്തിന് അതീതനാവാൻ സാധ്യമല്ല. ശങ്കരാചാര്യർ എന്തെല്ലാം ചെയ്തിട്ടാണ് സർവജ്ഞപീഠം കയറിയത് എന്നുള്ള ഒറ്റ ഉദാഹരണം മതി. ശങ്കരാചാര്യർ ഈ ഭാരതത്തിൽ 2 പ്രാവശ്യം യാത്ര ചെയ്തു, 4 മഠങ്ങൾ സ്ഥാപിച്ചു, ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം എഴുതി, ചാന്തോക്യോപനിഷത്തിനും ബൃഹദാരണ്യ ഉപനിഷത്തിനും വ്യാഖ്യാനം എഴുതി, എത്രയെല്ലാം കൃതികൾ രചിച്ചു. കേദാർനാഥിലും ബദ്രിനാഥിലേക്കും പൂജാവിധി, അതുപോലെ ഗുരുവായൂർ അമ്പലത്തിലും വടക്കുന്നാഥ ക്ഷേത്രത്തിലും, ഈ 4 ക്ഷേത്രത്തിലും പൂജാവിധി കൽപ്പിച്ചത് ശങ്കരാചാര്യരാണ്. ഈ 32 വയസ്സിനുള്ളിൽ സർവ്വതും ചെയ്തിട്ട്, കംപ്ലീറ്റ് ചെയ്തിട്ട് 32ാമത്തെ വയസ്സിൽ കേദാർനാഥിൽ ചെന്ന് കിഴക്കോട്ട് നോക്കിയിട്ട് കയ്യുകൂപ്പി പ്രാർത്ഥിച്ചു. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത്കത് പിതാം സ്തുത്യ നിർവചനീയതാഖിലഗിരോ ദൂരീകൃതായന്മയാ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യതീർത്ഥയാത്രാദിന ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം ദോഷത്രയം മത്കൃതം. അതിൻ്റെ അർത്ഥം പിന്നീട് എന്തെങ്കിലും പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കിതിലൂടെ പോകാം. അത് പറഞ്ഞ് 32ാമത്തെ വയസ്സിൽ സമാധിയാവുകയും ചെയ്തു. കേദാർനാഥിൽ ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് ഒരു മണ്ണൊലിപ്പും വെള്ളം ഒഴുകിയിട്ട് സർവ്വതും ഒഴുകിപ്പോയെങ്കിലും കേദാർനാഥ ക്ഷേത്രവും ശങ്കരാചാര്യരുടെ
ആ സമാധി സ്ഥലവും മാത്രം പോയില്ല, ബാക്കിയെല്ലാം പോയി എന്നുള്ളതാണ് ഫോട്ടോയിൽ കാണാൻ സാധിച്ചതും വിവരിച്ചവർ പറഞ്ഞത് കേട്ടാൻ സാധിച്ചതും. അതുകൊണ്ട് ന കർമ്മണാമനാരംഭ, നിരന്തരം കർമ്മം ചെയ്യാതെ കർമാതീതനാകാൻ സാധിക്കില്ല. ഞാൻ സന്യാസിയാവാൻ പോവാണ് ഗോപാലകൃഷ്ണൻ, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെന്ന് പറയല്ലേ. എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. 4ാമത്തെ വരിയിൽ 2ാമത്തെ ഭാഗം, ഞാൻ സന്യാസിയാണ്, ഞാൻ കാവി ഉടുത്ത് നെറ്റിയിൽ 1 ഏക്കർ ഭസ്മം തൊട്ട് നടുക്ക് 1.5 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു പൊട്ടും തൊട്ട് ഒരു രുദ്രാക്ഷം 25 രൂപയുടെയും കഴുത്തിലിട്ട് ഞാനിതാ സന്യാസിയാണ് എന്ന് പറഞ്ഞ് നടന്നാലൊന്നും സന്യാസി ആവില്ല. അങ്ങനെ സന്യാസി ആവാൻ സാധിക്കില്ല. പള്ളിയിലച്ഛൻ ആവാൻ സാധിക്കും, ഉസ്താദ് ആവാൻ സാധിക്കും, മൗലവി ആവാൻ സാധിക്കും, മുക്രി ആവാൻ സാധിക്കും. പക്ഷെ സന്യാസി ആവാന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. വെറുതെ ഞാൻ ഗോപാലകൃഷ്ണൻ, എന്നോട് ചിലർ വിളിച്ചു പറയും ഞാനിപ്പോൾ ഒന്നിലുമില്ല കേട്ടോ, തൻ്റെ പ്രഭാഷണം മാത്രം കേൾക്ക്, ഞാൻ കുട്ടികൾക്ക് ഭാരമാവരുത്, എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഭാരമാവരുത്, ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി കഴിയാണ്. എൻ്റെ മുമ്പിലുള്ളവരോട് തൊഴുകയോടെ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ. അവസാനത്തെ ശ്വാസം വരെ പ്രവർത്തിക്കുക. ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത് വർക്ക് വർക്ക് വർക്ക്. ആരെന്ത് വർക്ക് തരുന്നു എന്നല്ല, നമ്മൾ എന്ത് ഏറ്റെടുക്കണം, നമ്മൾ തീരുമാനിക്കുക. ഞാൻ എന്താ ചെയ്യുക ഈ പ്രായത്തിൽ, ഈ പ്രായം ആ പ്രായം എന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ധർമ്മരാജയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിന് 80 വയസ്സായിട്ട് 30 കൊല്ലമായി. ഇപ്പോഴും അദ്ദേഹം ഭയങ്കര ആക്റ്റീവാണ്. എത്രയാ വർക്ക് ചെയ്യുന്നതെന്നറിയാമോ? നമുക്ക് സാധിക്കും, പക്ഷെ സാധിക്കുമോ എന്ന് സംശയപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി, ഞാനൊരു സന്യാസിയാണ്, ഞാൻ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറയുന്നത് ഭൂഷണമൊന്നുമല്ല. ജഗതീശ്വരൻ നല്ല ശരീരം തന്നു, നല്ല മനസ്സ് തന്നു, നല്ല ആരോഗ്യം തന്നു, കുറേയൊക്കെ നല്ല കുടുംബം തന്നു. അതെല്ലാം ഉണ്ടായിട്ടും ഇന്നലെ എന്ന ദിവസം തിരിച്ചു വരില്ല. അപ്പം ഇന്നലെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്നത് വരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഒരു സന്യാസിയാണെന്ന് പറഞ്ഞില്ല ഉപേക്ഷിച്ചാലിരുന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നഹി കശ്ചിക്ഷണമവി ജാതുത്തിഷ്ടത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജയർഗുണൈഹി. നഹി കശ്ചിക്ഷണമവി, ഒരു സെക്കൻഡ് പോലും ഈ ലോകത്തിലെ ഒന്നും വെറുതെ ഇരിക്കുന്നില്ല. നഹി കശ്ചിത് ക്ഷണമവി ജാതു തിഷ്ടതി അകർമ്മകൃത്. ഒരിക്കലും ഒരാറ്റം എടുത്താൽ അതിൻ്റെ ഇലക്ട്രോണുകൾ 2182 കിലോമീറ്റർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് വർഷമായിട്ട് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഭൂമി ന്യൂക്ലിയസ് 3.1 മില്യൺ പ്രാവശ്യം, 31 മില്യൺ ടൈം പെർ സെക്കൻഡ് ന്യൂക്ലിയസ് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഭൂമി 1640 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 35,500 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കും. 69,500 കിലോമീറ്റർ വേഗതയിൽ ഈ സോളാർ സിസ്റ്റം ഗാലക്സിയിൽ പെർ മിനിറ്റ് വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. 72,000 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഈ ഗാലക്സി സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സോളാർ ഗാലക്സിയുടെ സെന്ററിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒന്നുമുണ്ട്, നിങ്ങൾ ഏത് ചെടി എടുത്താലും ഒരു ചെടിയുടെ സെല്ലിനകത്ത് 650 എൻസൈമുകളാണ് ഉള്ളത്. 650 ടൈപ്പ് എൻസൈമുകളാണ് ഉള്ളത് ഒരു ചെടിയുടെ സെല്ലിനകത്ത്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊന്നും റെസ്റ്റ് എടുക്കുന്നില്ല. നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെന്ന് ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ നമ്മളെന്നാക്കിക്കൊള്ളണേ. നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ലങ്സ് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ലിവർ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട്. ഉറങ്ങുന്നത് നമ്മളാണെങ്കിലും ശരീരത്തിൻ്റെ ഒരു സെല്ല് പോലും ഉറങ്ങുന്നില്ല. ക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത്. പ്രവർത്തിക്കാതെ ഒരിക്കലും ഒന്നും നിലനിൽക്കുന്നില്ല. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയർഗുണൈഹി. ഹാർട്ടിന്റെ പ്രവൃത്തിയെ ചെയ്യുള്ളൂ, കണ്ണിന്റെ ചെയ്യില്ല. കണ്ണിന്റെ പ്രവൃത്തി ചെയ്യും, മൂക്കിന്റെ പ്രവൃത്തി ചെയ്യും, നാക്കിന്റെ പ്രവൃത്തി ചെയ്യും, കാലിന്റെ പ്രവൃത്തി ചെയ്യും. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ചെയ്യും. മത്തങ്ങ വള്ളി മത്തങ്ങ ഉണ്ടാക്കും, കുമ്പളങ്ങ വള്ളി കുമ്പളങ്ങ ഉണ്ടാക്കും, പാവയ്ക്ക വള്ളി പാവയ്ക്ക ഉണ്ടാക്കും, പടവലങ്ങ വള്ളി പടവലങ്ങ ഉണ്ടാക്കും. അപ്പോൾ ഓർമ്മിക്കുക, കാര്യദേഹി അവശകർമ്മ. ഒരു ഡോക്ടറിന്റെ അടുത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങേര് ചെയ്യില്ല. കാരണം അങ്ങേരുടെ ജോലി അതല്ല. അങ്ങേര് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം രോഗികളെ ചികിത്സിക്കുക. അതേസമയത്ത് ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് വയറുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യില്ല. കാരണം അയാളുടെ
അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക്, അയാൾ ഏറ്റെടുത്തിരിക്കുന്ന വർക്ക്, അയാളുടെ മിഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസാണ്. അപ്പോൾ എല്ലാവർക്കും അതാണുള്ളത്. ഞാൻ ചെന്നിട്ട് ഒരു തടിയുള്ള സ്ത്രീയുടെ വയർ ഓപ്പറേറ്റ് ചെയ്താൽ ഞാനത് കണ്ട ഉടനെ തലചുറ്റി വീഴും. പക്ഷെ ഒരു സർജൻ ഒരു തടിയൻ്റെയോ തടിച്ചിയുടെയോ വയർ ഓപ്പറേറ്റ് ചെയ്ത് അതിനകത്തുള്ള പലതും കണ്ട് ഞങ്ങൾക്ക് യാതൊരു ഫീലിംഗും ഉണ്ടാവില്ല. ആ സർജറിയൊക്കെ നടത്തുന്നതിന് ഇടയ്ക്ക് പുറത്തേക്ക് വന്നിട്ട് ഉഴുന്നവിടെ ചായം കഴിച്ചിട്ട് അയാൾ പിന്നെയും അകത്തേക്ക് പോകും. അങ്ങനെ 1-2 പേരെ കണ്ടു ഞാൻ. അപ്പം അതുകൊണ്ട് അവർക്കതൊരു ഫീലിംഗ് ഇല്ല. കാര്യദേഹി അവശകർമ്മ, യു ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. യുങ്ങിൻ്റെ തിയറിയാണത്. യുങ് പറഞ്ഞിരിക്കുകയാണ് യു ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. നിങ്ങൾ വളരുന്ന ചുറ്റുപാടുകളുടെ പ്രോഡക്റ്റാണ്, ഉൽപ്പന്നമാണ് നിങ്ങൾ. അതാണ് നഹി കശ്ചിക്ഷണമവി ജാതുത്തിഷ്ടത്യകർമ്മകൃത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അത് ഏറ്റെടുത്തവർക്ക്, അതിനേൽപ്പിച്ചവർക്ക് അത് ചെയ്തുകൊണ്ടേയിരിക്കും. 1 മിനിറ്റ് പോലും വിശ്രമിക്കില്ല. അതുകൊണ്ട് അർജുന, നിനക്ക് വിശ്രമിക്കാൻ പ്രൊവിഷൻ ഇല്ല, പ്രവർത്തിക്കാതിരിക്കാൻ പ്രൊവിഷൻ ഇല്ല. നീ ഏറ്റെടുത്ത ദൗത്യം, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്തേ മതിയാവും. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ. കൃഷ്ണൻ കറക്റ്റായിട്ട് പറയുന്നു. ഇവിടെയുള്ള പല കള്ളന്മാരെ കുറിച്ച് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങളെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, കയ്യൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് മനസ്സുകൊണ്ട് ക്യാമറ കാണുക, മനസ്സുകൊണ്ട് ബ്ലൂ ഫിലിം കാണുക, മനസ്സുകൊണ്ട് പല നെഗറ്റീവുകളും ചെയ്യുക, പറയുക. പക്ഷേ ശരീരത്തിൽ നോക്കിയാൽ ഇയാൾ ഇതിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നവനാണ്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ. മനസ്സുകൊണ്ട് ഈ തിന്മകളെല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് പോകുന്ന ആള് ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ. ആ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുക, വികലമായിട്ട് ഹിഡൻ ആയിട്ട് വിമൂഢാത്മാ വിമൂഢാത്മിത്യാചാര സൗച്യതേ. അയാളെയാണ് കപട സന്യാസി എന്ന് പറയാം. അയാളാണ് കാപട്യമുള്ളവനാണ്. കാരണം മനസ്സിനകത്ത് ഇതൊക്കെ വേണമെന്നുണ്ട്, മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആരും കാണാതെ അതൊക്കെ ചെയ്യുകയും ചെയ്യും, പുറത്ത് ഗ്ലോറിയസ് ആയിട്ട് നടക്കുകയും ചെയ്യും. അർത്ഥം മനസ്സിലായല്ലോ? ഒരു നിത്യാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമി ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് നിങ്ങൾക്കറിയാം. സന്യാസത്തിലൂടെ അസാധാരണമാം വിധത്തിൽ സ്പീച്ചൊക്കെ കൊടുക്കുന്ന ആളാണ്, ഭയങ്കരമായിട്ട് സ്പീച്ച് കൊടുക്കുന്ന ആളാണ്. പക്ഷേ അയാളുടെ മനസ്സും അയാളുടെ രീതിയൊക്കെ വളരെ വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട് സന്യാസിയാണ്, പള്ളിയിലച്ഛനാണ്, മുക്രിയാണ്, മുല്ലയാണ്. മുക്രിക്കും മുല്ലയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അത് പെർമിറ്റഡാണ്. പക്ഷേ അച്ഛനാണെങ്കിലും കന്യാസ്ത്രീ ആണെങ്കിലും സന്യാസിയാണെങ്കിലും ഇത് പെർമിറ്റഡ് അല്ല. പെർമിറ്റഡ് അല്ലാത്തവർ എന്തിനാ സന്യാസിയാവാൻ പോണത്, ബിഷപ്പാവാൻ പോണത്, എന്തിനാ അച്ഛനാവാൻ പോണത്? തിരിച്ചു വന്നിട്ട് നോർമലായിട്ട് ജീവിച്ചൂടെ? ഇഷ്ടംമാതിരി പണിയുണ്ട് കേരളത്തിൽ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇറച്ചി വിറ്റെങ്കിലും ജീവിച്ചൂടെ വേണമെങ്കിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിനകത്തൊന്ന് പുറത്ത് വേറൊന്ന്, അങ്ങനെ ജീവിക്കരുത്. ജീവിച്ചാൽ അവനാണ് കാപട്യമുള്ളവൻ എന്ന് പറയുന്നു. അതായത് അർജുന, നീ ഇവിടെ വന്നിരിക്കുന്ന ക്ഷത്രിയനായിട്ടാണ്, നീ വർക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നീ ജ്ഞാനയോഗിയായിട്ട് സന്യാസത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ, ക്ഷത്രിയനായ നീ, വില്ലാളി വീരനായ നീ, യുദ്ധക്ഷേത്രത്തിൽ വന്ന നീ, 2 സേനകൾക്ക് നടുക്ക് നിൽക്കുന്ന നീ ഇനിയിപ്പോൾ സന്യാസിയാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് ചുരുക്കം. അതുകൊണ്ട് ഓർമ്മിക്കുക. അടുത്തത്, യസ്തു ഇന്ദ്രിയാണി മനസാ നിയമ്യ ആരഭതേ അർജുന കർമ്മേന്ദ്രിയ കർമ്മയോഗം അസക്ത സവിശിഷ്യത. നിങ്ങൾ ശരീരം കൊണ്ട് ഏത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ മനസ്സുകൊണ്ട് ബന്ധിതനാകാതിരിക്കുക. ശരീരം കൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും മനസ്സുകൊണ്ട് ബന്ധിതനാകാതിരിക്കുക, ബന്ധനമില്ലാത്ത രീതിയിൽ. യഹാത്തു ഇന്ദ്രിയാണി മനസാ നിയമ. ഇന്ദ്രിയങ്ങളെ നമ്മൾ മനസ്സ്, ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, ശരിക്കും പറഞ്ഞാൽ ഹിയറിംഗ് പ്ലസ് മൈൻഡാണ് ലിസണിങ്. നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലേക്കൊന്നും എടുക്കുന്നില്ല. പലതും കാണുന്നുണ്ട്, മനസ്സിലേക്കൊന്നും എടുക്കുന്നില്ല. പലതും വാസനിക്കുന്നുണ്ട്, മനസ്സിലേക്കൊന്നും എടുക്കുന്നില്ല. അതുപോലെ സ്വാദും സ്പർശനവും. ഇപ്പം മനസ്സിനെ നല്ലോണം നിയന്ത്രിച്ച് നിങ്ങളുടെ അവയവങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതൊന്നും നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കില്ല, ബന്ധിതനാക്കില്ല. യഹത്തു ഇന്ദ്രിയാണി മനസാ നിയമ്യ ആരഭതേ അർജുന. മനസ്സുകൊണ്ട് ഇതിനെ അകത്തേക്കെടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ കർമ്മേന്ദ്രിയ കർമ്മയോഗം, കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക. അസക്ത, ബോണ്ടേജ് ഇല്ലാതെ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു. അസക്ത. എൻ്റെ വല്യച്ഛൻ്റെ മകൻ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു. തനി കമ്മ്യൂണിസ്റ്റാണ്. ടി കെ രാമകൃഷ്ണൻ്റെയും വിശ്വനാഥ മേനോൻ്റെയും കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങേര് ഹോട്ടൽ നടത്തി കഴിഞ്ഞാൽ അങ്ങേര് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഇന്ന് ബാക്കി വന്നതൊക്കെ നാളെ വേറൊരു രൂപത്തിൽ കൊണ്ടുവരും, നാളെ ബാക്കി വന്നത് മറ്റൊരു രൂപത്തിൽ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും, ഏറ്റവും വില കുറച്ച് ജനങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഹോട്ടൽ തുടങ്ങിയതെന്ന് പറയുകയും ചെയ്യും. ഇന്നത്തെ ഉഴുന്നുവട നാളെ തൈരുവടയാവും, നാളത്തെ തൈരുവട മറ്റന്നാളത്തെ
ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാനുള്ള മാവിൻ്റെ കൂട്ടത്തിൽ അരിയുടെ കൂട്ടത്തിൽ അരച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു സാധനം വേസ്റ്റ് ആക്കില്ല. വേസ്റ്റ് ആക്കണോ ആക്കണ്ടയോ എന്നല്ല, അത്രയും തിന്മ ചെയ്യും. പക്ഷേ ഇദ്ദേഹം പറയും, ഞാൻ എന്നും നന്മയുടെ മാത്രം കൂട്ടത്തിന് വളരെ ലോ പ്രൈസിലാണ് സാധനം കൊടുക്കുന്നത്, ഈ തട്ടിപ്പാ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വേണ്ടത്. കർമ്മേന്ദ്രിയാണി മനസ്സാ കർമ്മേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ പോവാം. അതിൽ ബന്ധിതനാകാത്ത വിധത്തിൽ ഏത് കർമ്മവും ചെയ്യുക, ബന്ധനമില്ലാത്ത വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യുക. അവിടെ ബന്ധനം എന്താ? അതിൽ നിന്നെല്ലാം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതിൽ നിന്ന് ലാഭം കൊയ്യുക എന്നുള്ളതാണ് അവിടെ. അതാണ് അവിടെ പ്രശ്നം വരുന്നത്. അതല്ലെങ്കിലും നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ബന്ധനമില്ലാതെ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് കൃഷ്ണൻ എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്നു. ലാസ്റ്റ് സ്വർഗാരോഹണത്തിന് പോകുമ്പോൾ ഉദ്ധവര് ചോദിച്ചു, ഗോപികമാരെല്ലാവരും കരയുന്നു കൃഷ്ണ, ഗോപികമാരെ ഒരു നോക്ക് കണ്ടതിന് ശേഷം സ്വർഗാരോഹണത്തിലേക്ക് പൊക്കൂടെ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ലോകത്തിൽ ഞാൻ എന്ത് ചെയ്തോ ആ ചെയ്ത പ്രവൃത്തികളിൽ ഒന്നിലും എനിക്ക് ബന്ധനമില്ലാതെയാണ് ചെയ്തത്. ഇതൊക്കെ ഉടനെ മാറും ഉദ്ധവ. ഉദ്ധവൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയേ വേണ്ട. കരച്ചിലൊക്കെ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും അതൊക്കെ മറക്കും. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ബന്ധനമില്ലാതെ നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യുക. കർമ്മേന്ദ്രിയൈ കർമ്മയോഗം, കർമ്മേന്ദ്രിയങ്ങൾ കർമ്മത്തിന് യോഗം ചെയ്യുക, കർമ്മത്തിൽ ഇൻവോൾവ്ഡ് ആവുക. അസക്ത, ബോണ്ടേജ് ഇല്ലാതെ സവിശിഷ്യത, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതാണ് സൂപ്പറായിട്ടുള്ളത്. നിങ്ങളുടെ ജ്ഞാന ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെ പ്രവൃത്തി ചെയ്തോട്ടെ, അത് ബന്ധനമില്ലാതെ. പക്ഷേ അകത്ത് ഇതെല്ലാം വേണമെന്നുണ്ട്, പുറത്തിതൊന്നും കാണിക്കാതെ ഒരു പ്രത്യേക രീതിയിൽ കപട സന്യാസിയെ പോലെ പെരുമാറുന്നത് നെഗറ്റീവാണ്. നിയതം കുരു കർമ്മത്വം, ആ വരി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ നിർദ്ദേശമാണത്. റിക്വസ്റ്റ് അല്ല, നിർദ്ദേശം. ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരാണ് നിയതം കുരു കർമ്മത്വം. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യുക, നീ ഏറ്റെടുത്ത ദൗത്യം നീ ചെയ്യുക. നിന്നെ ഏൽപ്പിച്ച ദൗത്യം, ഒരു അമ്മയാണെങ്കിൽ ധന്യമായിട്ടുള്ളൊരമ്മ, അച്ഛനാണെങ്കിൽ ധന്യമായിട്ടുള്ളൊരു അച്ഛൻ, മകനാണെങ്കിൽ ധന്യമായിട്ടൊരു മകൻ, അത് തന്നെ അവർ തന്നെ ധന്യമായിട്ടുള്ളൊരു ഓഫീസർ, ധന്യമായിട്ടുള്ള ഒരു IAS ഓഫീസർ, ധന്യമായിട്ടുള്ള ഒരു NIA ഓഫീസർ, ധന്യമായിട്ടൊരു CBI ഓഫീസർ, ധന്യമായിട്ടുള്ളൊരു പോലീസുകാരൻ. ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം പെർഫെക്റ്റ്ലി ചെയ്യുക. ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഒരൊറ്റ വരിയിലാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. നിയതം കുരു കർമ്മത്വം, നീ ഏറ്റെടുത്ത ദൗത്യം, നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക. കഥം. മറ്റുള്ളവരല്ല നിങ്ങളോട് പറയേണ്ടത്, നമ്മളോട് പറയേണ്ടത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. ഗുരുവായൂരപ്പനല്ല പറയേണ്ടത്, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടല്ല പറയേണ്ടത്, ശ്രീശുഖ ബ്രഹ്മർഷി അല്ല പറയേണ്ടത്, വേദവ്യാസൻ അല്ല പറയേണ്ടത്, ശ്രീകൃഷ്ണനോ ശ്രീരാമനോ അല്ല പറയേണ്ടത്. What you listen, what you watch, what you discuss, what you think, take good from that. Keep your ears open to listen good and bad. ചെവി തുറന്നു വെക്കാൻ, നല്ലതും ചീത്തയും കേൾക്കാൻ. കണ്ണ് തുറന്നു വെക്കാൻ, നല്ലതും ചീത്തയും കാണാൻ. മനസ്സ് തുറന്നു വെക്കാൻ, നല്ലത് മാത്രം എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ആ എടുത്തതിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. വേറൊരാളുടെ അടിമയാകണ്ട. സജഷൻ ചോദിച്ചോളൂ, ഡിസിഷൻ നിങ്ങളുടേതാണ്. You take suggestion from others, but decision should be yours. നിയതം കുരു കർമ്മത്വം, നിയതം കുരു കർമ്മത്വം. ഒരിക്കൽ കൂടി, നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണഃ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും പറ്റുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠം, എത്ര ശ്രേഷ്ഠമാണത്. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഒരു ഫേസ് പേജ് തുടങ്ങാം, നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കാം. ചെറിയ മെസ്സേജ്, 2 മിനിറ്റ് 3 മിനിറ്റ് നിങ്ങൾക്ക് സാധിക്കും. കയ്യിലെ മൊബൈൽ വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഒരു കുഴപ്പമില്ല, 10 പൈസ ചിലവുമില്ല. പക്ഷെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യരുത്. അതുകൊണ്ട് നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണഃ ശരീരയാത്രാപീച്ചാത്തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. ആ ഉദാഹരണം നോക്കാം. എൻ്റെ ഹാർട്ട് ഇടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല, ലോകത്തിലെ ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞിട്ടുമല്ല. എൻ്റെ ഹാർട്ട് ഏറ്റെടുത്തിരിക്കുന്നവർക്ക് ഹാർട്ട് ചെയ്യുന്നു, എൻ്റെ ലിവർ ഏറ്റെടുത്തിരിക്കുന്നവർക്ക് ലിവർ ചെയ്യുന്നു, എൻ്റെ കിഡ്നി ഏറ്റെടുത്തിരിക്കുന്നവർക്ക് കിഡ്നി ചെയ്യുന്നു. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, തലച്ചോറ്,
അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻ, ഓരോ അവയവവും ഏറ്റെടുത്തിരിക്കുന്ന വർക്ക് മറ്റുള്ളവരുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ അല്ല. ശരീരയാത്രാപീച്ചത്തെ, ശരീരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. എത്ര അവയവങ്ങളായി ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നത്, എത്ര അവയവങ്ങളായി ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. അത് കൃത്യമായിട്ട് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ സമൂഹത്തിൽ ഓരോ വ്യക്തിയും ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക. സിമ്പിൾ എക്സാമ്പിൾ. ഹാർട്ടിൻ്റെ ദൗത്യം, കണ്ണിൻ്റെ ദൗത്യം, ലിവറിൻ്റെ ദൗത്യം. നിങ്ങളുടെ ദൗത്യം ചെയ്യുക. നിങ്ങളൊരു ഓഫീസിലാണെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസർ, നിങ്ങളുടെ സബോർഡിനേറ്റർ, നിങ്ങളുടെ കൊളീഗ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തോ അത് പെർഫെക്റ്റ് ആയിട്ട് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ആയിട്ട് ചെയ്യുക. സന്തോഷത്തോടു കൂടി ഓഫീസിൽ പോവുക, സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യുക, സന്തോഷത്തോടു കൂടി തീർത്ത് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരിക. ദാറ്റ് ഈസ് ലൈഫ്. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വരാൻ സാധിക്കട്ടെ. അതാണ് ശരീരയാത്രാപീച്ചത്തെ ന പ്രസിദ്ധേത കർമ്മണ. ശരീരയാത്ര എങ്ങനെയാണോ, ശരീരത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണോ അതേപോലെ ചെയ്യുക. യജ്ഞ, ഇത് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ ഉജ്ജ്വല ശ്ലോകം. 1 6-ാം അധ്യായത്തിൽ 5-ാമത്തേത്, 2 2-ാം അധ്യായത്തിൽ 56-ാമത്തേത്, ഇത് 3-ാം അധ്യായത്തിൽ 9-ാമത്തേത്. ഇത് സാധാരണക്കാർക്കല്ല, ഒരു സ്റ്റെപ്പ് കൂടി കയറിയവർക്കാണ് ഇത് പ്രയോജനം. ഞാനിത് എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗസമാചര. യജ്ഞഭാവത്തിൽ പ്രവൃത്തി ചെയ്യാൻ പഠിക്കുക. ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ പോലും സമർപ്പണ ഭാവത്തിൽ പ്രവർത്തിക്കാൻ പഠിക്കുക. ശമ്പളം മേടിക്കുന്നുണ്ട്, പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്, DA TA മേടിക്കുന്നുണ്ട്, എന്ത് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി യജ്ഞഭാവത്തിൽ, സമർപ്പണ ഭാവത്തിൽ ചെയ്യാൻ പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശൗചം, സന്തോഷം, സ്തവ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം നിയമങ്ങളാണ്. ശൗചം, ക്ലീൻ ആയിട്ടുള്ള മൈൻഡ്, സന്തോഷം, ഓരോ മിനിറ്റും സന്തോഷത്തോടു കൂടി നിലനിൽക്കാൻ സാധിക്കാം. ശൗചം, സന്തോഷം, തപഹ, ആ വാക്കാണ് ഇമ്പോർട്ടൻ്റ്. പ്രവർത്തിക്കൽ തപസ്സായിട്ട് ചെയ്യുക. വികാര വിക്ഷോഭങ്ങളൊന്നും പ്രവൃത്തിയിലും കർമ്മത്തിലും ബാധിക്കരുത്. ചെയ്യാനുള്ളത് ഭംഗിയായിട്ട് ചെയ്തേക്കുക, ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ചെയ്യുക. മൈക്കേൽ ഡെൽ എന്ന് പറയുന്ന വ്യക്തി 1982 മൈക്കേൽ ഡെൽ കമ്പ്യൂട്ടറിൻ്റെ ആൾ 1982 നവംബർ മാസത്തിലാണ് താൻ ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടിയ പൈസ $1800 ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന എഞ്ചിനീയറുടെ കയ്യിൽ കൊടുത്തു. 1982 നവംബർ മാസത്തിൽ. അന്നാണ് നമ്മുടെ ഇൻഫോസിസിലെ നാരായണസ്വാമി ആദ്യത്തെ കമ്പ്യൂട്ടർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. 1982 ആദ്യത്തെ കമ്പ്യൂട്ടർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് നാരായണസ്വാമി ആ വർഷത്തിലാണ്. ഈ ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടിയ പൈസ $1800 ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെ ഏൽപ്പിച്ചിട്ട് എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം കമ്പ്യൂട്ടർ എക്സ്പെർട്ട് എന്ത് പറഞ്ഞു, എനിക്ക് $2000 വേണമെന്ന് പറഞ്ഞു. ഇയാളുടെ കയ്യിൽ $1800 ഉള്ളൂ. ആ $1800 കൊടുത്ത് $200 പണി ആ കെട്ടിടത്തിൽ അയാൾ ചെയ്തു. ഇയാളുടെ ഡെയിലി വർക്ക് $200 തുല്യമായ സാലറി കിട്ടത്തക്ക വിധത്തിലുള്ള വർക്ക് ചെയ്തു കൊടുത്ത് $2000 ആക്കി. ആ കമ്പ്യൂട്ടർ മേടിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് ആ കമ്പ്യൂട്ടർ പഠിച്ചു. ഇന്ന് ഡെൽ കമ്പ്യൂട്ടർ എവിടെ നിൽക്കുന്നു? എൻ്റെ മകൻ ഡെൽ കമ്പ്യൂട്ടറിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടോപ്പിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അത് വലിയ തള്ളു പറഞ്ഞതല്ല. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ബോയ് എവിടെ കിടക്കുന്നു? ഗാസിയാബാദിലെ MBA ആൾമോസ്റ്റ് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ എൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അനവധി കമ്പനികളിൽ ഒരു കമ്പനിയിൽ കീഴിൽ വർക്ക് ചെയ്യുന്നു. എത്ര ലക്ഷം പേരാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നോക്കുക. എന്താ കാരണം? യജ്ഞാർത്ഥാത് കർമ്മണ. അദ്ദേഹം പറയുന്ന ഒരു വരിയുണ്ട്, വി വിൽ നെവർ ഹെസിറ്റേറ്റ് ടു റേസ് അവർ സ്ലീവ്സ് ഫോർ ഡൗൺലോഡിങ് എനിത്തിങ് ഫ്രം ദ ലോറി ഇഫ് നീഡഡ്. സ്പീഡ് കൂടിപ്പോയോ പറഞ്ഞതിൻ്റെ? ഞങ്ങളുടെ ഓഫീസിൽ ലോറിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കണമെങ്കിൽ ഫുൾ സ്ലീവ് കൈയിട്ടിട്ടുണ്ടെങ്കിൽ അത് അകത്തേക്ക് മുകളിലേക്ക് വലിച്ചിട്ട് ആ സാധനം അൺലോഡ് ചെയ്യാൻ ഒരാൾക്കും ഒരു റിലക്റ്റൻസും ഇല്ല. ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ ഏത് വർക്കും ഞങ്ങൾ ചെയ്യും. ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ ഏത് വർക്കും ഞങ്ങൾ ചെയ്യും. അതാണ് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര. യജ്ഞഭാവത്തിൽ, സമർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുക, സമർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുക, ത്യാഗഭാവത്തിൽ കർമ്മം ചെയ്യുക.
ഗോപാലകൃഷ്ണൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ കിട്ടുന്ന സന്തോഷം, സംതൃപ്തി വിവരണാതീതമാണ്. ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഞാൻ നന്ദി പറയുന്നത് ഇങ്ങനെ ഒരു ജന്മവും ശരീരവും തന്നതിന്. കാരണം അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചറിയല്ലാതെ വിവരിക്കാൻ സാധിക്കില്ല. കാരണം തപസ്, ശൗചം സന്തോഷം തപഃ, ആ തപസ്സായിട്ട് ഇത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര അയം ലോകഃ കർമ്മബന്ധനഃ. സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമേ ബന്ധനമില്ലാതെ വരുള്ളൂ. കൃഷ്ണൻ ഉപയോഗിച്ച വാക്ക് നോക്കുക, അയം ലോകഃ കർമ്മബന്ധനഃ. ബന്ധനം ബന്ധം രണ്ടും രണ്ടാ. ബന്ധനം വേറെ, ബന്ധം വേറെ. ബന്ധം അറ്റാച്ച്മെന്റ്, ബന്ധനം ബോണ്ടേജ്. ഈ ഒരു വരിയിൽ ആ ഒരു വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അറ്റാച്ച്മെന്റ് പാടില്ല, അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പല സന്യാസിമാരും പറയാറുണ്ട്. അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ പോകുന്നത്, ഓഫീസിലെ കാര്യങ്ങൾ പോകുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ അറ്റാച്ച്മെന്റ് ഇല്ല, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ അറ്റാച്ച്മെന്റ് ഇല്ല. ബാങ്കിലെ ഓഫീസർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ബാങ്കിലെ മാനേജറും ഓഫീസറും അതുപോലെ തന്നെ സ്റ്റാഫും കസ്റ്റമറുമായിട്ട് ഒരു ബന്ധമില്ല. എങ്ങനെ ഈ കാര്യങ്ങൾ പോകുന്നേ? ഹോട്ടലിലെ കുക്ക് ചെയ്യുന്ന ആൾ, സപ്ലൈ ചെയ്യുന്ന ആൾ, ക്യാഷിലിരിക്കുന്ന ആൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് വിചാരിക്കാം. എങ്ങനെ കാര്യങ്ങൾ പോവുക? ബന്ധനം വേണ്ട. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര. യജ്ഞഭാവത്തിലല്ലാതെ ആര് കർമ്മം ചെയ്താലും അതിലൊക്കെ ബോണ്ടേജ് ഉണ്ടാവും, ബന്ധനം ഉണ്ടാവും. തദർത്ഥം കർമ്മകൗന്ദേയ മുക്ത സംഘസമാചര. അതുകൊണ്ട് അർജുന, ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് തന്നെ ബന്ധനം ഒഴിവാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്രായോഗികമായിട്ടുള്ള ഒന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അതിനകത്ത് മതമോ ആത്മീയതയോ ഈശ്വരനെയോ കൃഷ്ണൻ കൊണ്ടുവന്നിട്ടും ഇല്ല. അതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും. ഭഗവത്ഗീത ജനങ്ങളിൽ എത്തിക്കുന്ന ഒറ്റ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഒരൊറ്റ, ബാക്കി ഒന്നും ചെയ്യണ്ട. ഭഗവത്ഗീത ജനങ്ങളിൽ എത്തിക്കുന്ന ഒറ്റ ദൗത്യം, അത് മതി അപ്പുറത്ത് പോയവരെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ. ഒന്നും കൂടി ഞാൻ ആ വരി പറയാം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മകൗന്ദേയ മുക്ത സംഘസമാചര. അത് പഠിക്കണം കേട്ടോ. അത് പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിരിച്ചോണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ത്യാഗമൊന്നും ചെയ്യണ്ട. ചെയ്യുന്ന കർമ്മം ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, DDS. ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, DDS. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി. ഒരു ഉദാഹരണം പറയാം. പണ്ട് ബ്രഹ്മാവ്, പ്രജാപതി, സൃഷ്ടികർത്താവ് എല്ലാ ജീവജാലത്തെയും സൃഷ്ടിച്ചു. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ. ആ യജ്ഞകർമ്മം പോലെ പ്രവർത്തിക്കാനാണ് സൃഷ്ടികർത്താവ് ഇതിനോടൊക്കെ പറഞ്ഞത്. സഹയജ്ഞ, യജ്ഞഭാവത്തില് ഈ എല്ലാ ജീവജാലങ്ങളെ സൃഷ്ടിച്ച്, പണ്ട് സൃഷ്ടിച്ചിട്ട്, ഉവാച പ്രജാപതി, സൃഷ്ടികർത്താവ് ഇങ്ങനെ പറഞ്ഞു, അനേന പ്രസവിഷ്യധ്വം. ഈ കർമ്മം കൊണ്ട്, യജ്ഞഭാവത്തിലുള്ള പ്രവൃത്തി കൊണ്ട് പ്രസവിഷ്യധ്വം, വളരുക, ഉയരുക, ഉണരുക, വ്യാപിക്കുക ലോകം മുഴുവനും. യേശവോസ്തുഷ്ടകാമതുക്. യജ്ഞഭാവത്തിലുള്ള കർമ്മം നിങ്ങൾക്ക് കാമധേനുവിനെ പോലെ എല്ലാം തരും. യജ്ഞഭാവത്തിലുള്ള കർമ്മം എന്താന്ന് മനസ്സിലായോ? ചെളിവെള്ളത്തിൽ നിൽക്കുന്ന തെങ്ങ് മധുരമുള്ള കരിക്കിൻ്റെ വെള്ളമാണ് നമുക്ക് തരുന്നത്. വൈക്കോലും വേസ്റ്റും പരുത്തിക്കുരും പിണ്ണാക്കും തിന്നുന്ന പശു ഈ പാലാണ് നമുക്ക് തരുന്നത്. നമ്മൾ തിരിഞ്ഞു പോലും നോക്കാത്ത മാവ്, പ്ലാവ്, എത്ര മൂല്യവത്തായിട്ടുള്ള പഴങ്ങളാണ് നമുക്ക് തരിക. കുറച്ച് വെള്ളവും യൂറിയായും വല്ലതും കൊടുത്താലായി ചെടികൾ നമുക്ക് തരുന്നത് എന്താ? ആ ചെടികൾ തന്നെയല്ലേ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് നമുക്ക് ഓക്സിജൻ തരുന്നത്? നമുക്ക് വല്ല ബില്ലും തരുന്നുണ്ടോ? അത് നിങ്ങൾ ഏതിനെ വേണമെങ്കിലും നോക്കുക. കാട് സംരക്ഷിക്കുന്നത് ആരാണെന്ന് വിതുരൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. ആ കാട് സംരക്ഷിക്കുന്നത് പുലിയും സിംഹവും കരടിയും ചെന്നായിയുമാണ്. അത് കാട്ടിലില്ല എങ്കിൽ കേരളത്തിലെ ഓരോ പാർട്ടിയും, പ്രത്യേകിച്ച് ഉപരിവിദ്യാഭ്യാസ പഠന മന്ത്രി, അങ്ങനെ പറ്റാവുന്നതൊക്കെ കാട്ടിൽ നിന്ന് കട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഖുറാനാണെന്ന് പറഞ്ഞേനെ. എന്തുകൊണ്ട് കാട് ഇപ്പോഴും നിലനിൽക്കുന്നു? അവിടെ പുലിയും സിംഹവും കരടിയും ഉള്ളത് കൊണ്ട്. ഒരു പട്ടി, നിങ്ങൾ കുറച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീട് സംരക്ഷിക്കും 24 മണിക്കൂറും. ഒരു പട്ടി, ഒരു പൂച്ച അതിൻ്റെതായിട്ട് വർക്ക് ചെയ്യും. ഒരു കാക്ക അതിൻ്റെ വർക്ക് ചെയ്യും. ഏത് ജന്തുവിനെയും ഏത് സസ്യത്തെയും നോക്കാം നിങ്ങൾക്ക്. ചില ചെടികളൊക്കെ ഭയങ്കര വിഷമാണ്. ആ വിഷം സ്ട്രിക്നിൻ എടുത്തിട്ടാണ് ഈ CNS സ്റ്റിമുലന്റ് ആക്കുന്നത്. ഡിപ്രഷൻ ഉള്ളവന് CNS സ്റ്റിമുലന്റ് സ്ട്രിക്നിനാണ്.
അത് ആ പ്രത്യേക ചെടിയിൽ മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കുക. ടെട്രഡോടോക്സിൻ എന്ന് പറഞ്ഞൊരു പോയിസണുണ്ട്. പൊട്ടാസ്യം സൈനൈഡിനേക്കാൾ 40,000 ഇരട്ടി പോയിസണസ് ആണ് ടെട്രഡോടോക്സിൻ. അതുണ്ടാക്കുന്ന ഒരു ചെടിയാണ്. അതൊരു മരുന്നാണ്. വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാവുന്ന, ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഏത് ചെടിയെടുത്ത് നോക്കിക്കോളൂ. അമന്ത്രം അക്ഷരം നാസ്തി നാസ്തി മൂലം അനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകത്തത്ര ദുർലഭ. മന്ത്രമാക്കാൻ പറ്റാത്ത ഒരക്ഷരവുമില്ല, മരുന്നാക്കാൻ പറ്റാത്ത ഒരു ചെടിയുമില്ല, യൂസ്ലെസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമില്ല. ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഇല്ലാത്തത്. കോർഡിനേറ്റർമാരില്ല. അതുകൊണ്ട് സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി. അല്ലയോ അർജുന, സൃഷ്ടികർത്താവ് യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ട് സർവചരാചരത്തെയും സൃഷ്ടിച്ചു. ഈ കടലിലുള്ള സർവ്വ മത്സ്യങ്ങളെയും നിങ്ങൾ നോക്കുക. അതിൻ്റെ ശരീരം തന്നെയാണ് അത് മനുഷ്യന് കൊടുക്കുന്നത്. ശരീരം തന്നെയാണ് മനുഷ്യന് കൊടുക്കുന്നത്. ചിന്തിച്ചു നോക്കുക. അതിന് നിങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, അതിനെ വളർത്തണില്ല, ഒന്നുമില്ല. വലയിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി തിന്നുകയാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം. ആ ഡിവോട്ടഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള യജ്ഞഭാവത്തിലുള്ള പ്രവൃത്തി കൊണ്ട് വളർന്ന് വളർന്ന് ഉയർന്ന് 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 വലുതാവുക. ദേവാൻ ഭവയതാനേന. ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യത്തിന് നിദാനമായതെന്തോ അത് ഈശ്വരൻ. ഐശ്വര്യത്തിന് നിദാനമായത് ഈശ്വരൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണക്ട് ചെയ്യാൻ കഴിവുള്ളവരെയാണ് ഭഗവാൻ. നാരായണ ഗുരുദേവൻ കറക്റ്റ് വാക്കാണ്. ഭഗവാൻ സത്യസായി ബാബ കറക്റ്റ് വാക്കാണ്. കാരണം പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അവർ കണക്ട് ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കുഴപ്പം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണക്ട് ചെയ്ത ആളാണ്. യഥാർത്ഥത്തിൽ ശ്രീരാമൻ അദ്ദേഹം ചെയ്തതും പറഞ്ഞതുമല്ല ഇന്ന് രാമായണ മാസത്തിൽ നമ്മളെല്ലാവരും വായിക്കുന്നത്. ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ ശങ്കരാചാര്യര്, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ, ഭഗവാൻ രമണ മഹർഷി. കറക്റ്റ് വാക്കുകളാണ്. നമുക്കറിയാത്തത് കൊണ്ട് നമ്മളതിനെ എന്താ പറയുക? ആൾ ദൈവം എന്ന് പറയുന്നു. അവനവന് പറഞ്ഞുകൂടാ, റെസ്പെക്ട് ചെയ്യാനും പറഞ്ഞുകൂടാ, പറയാനും പറഞ്ഞുകൂടാ. അപ്പോൾ ഈശ്വരൻ ഐശ്വര്യത്തിന് നിദാനമാകുന്നത്, ഭഗവാൻ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ കണക്ട് ചെയ്യാവുന്നത്, ദൈവം ദേവൻ. എന്താ ദൈവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായതാണ് ദൈവം. പ്രകൃതിയിലുള്ള ശക്തിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായത്. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങൾ, 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഈ പ്രകൃതിയിൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വിധേയമാകുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വിധേയമാകുന്നു. ആ വിധേയമാകുന്ന പ്രക്രിയ ചെയ്യുന്ന പ്രപഞ്ച ശക്തിക്ക് പറയുന്ന പേരാണ് ദൈവം. ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത് പരമവാപ്സ്യത. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിക്കുക. ദേവാൻ ഭാവയതാനേന, പ്രകൃതിയെ സംരക്ഷിക്കുക. ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡ് ലെവല്, ഗ്രീൻ ഗ്യാസ് മിനിമം ആക്കുക. ഓക്സിജൻ ഫ്ലറിഷ് ചെയ്യാൻ അനുവദിക്കുക. ചെടികൾ നല്ലോണം വളർത്തുക. ജീവജാലങ്ങളെ വളർത്തുക. ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തു വഹ തേ ദേവാ ഭാവയന്തു വഹ. ആ പ്രകൃതി ചൈതന്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്താൽ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. നല്ല വായു ഉണ്ടാക്കാൻ വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുക. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക, പെസ്റ്റിസൈഡ് കഴിയുന്നത്ര ഒഴിവാക്കുക, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഒഴിവാക്കുക. അപ്പോൾ വായുവും ജലവും ഭൂമിയും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു. വായുവും ജലവും ഭൂമിയും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടാൽ ആ വായുവും ജലവും ഭൂമിയും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. പൃഥ്വീ ത്വയാ ധൃതാ ലോകാ ദേവി ത്വാം വിഷ്ണുനാധൃത ത്വം ജധാരയ മാം ദേവി പവിത്രം കുരു ശാസനം അപസർപ്പന്തു യേ ഭൂതാ ഭുവി സംസ്ഥിത യേ ഭൂതാ വിഘ്നകർത്താര തേന സന്തു ശിവാജ്ഞയാ. എന്ത് രസമായിട്ടുള്ള വേദമന്ത്രം എന്നറിയാമോ? ഭൂമിയെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം നീ ഇല്ലാതെയാക്കി ഞങ്ങളെ സംരക്ഷിക്കണം. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, സേവിക്കുന്നു, സംരക്ഷിക്കുന്നു. ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നു, നമ്മളെ പ്രകൃതി സംരക്ഷിക്കുന്നു. ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. ആ വരികൾ മറക്കരുത്.
അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഏത് ഈശ്വരീയ കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യിക്കുകയാണെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കരുത്. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ 1 രൂപയെങ്കിലും വഴിപാട് ഭണ്ഡാരത്തിലിടാതെ, ദേവസ്വം ബോർഡിലാണെങ്കിൽ ഇടല്ലേ മഹാഭാരതം. ഇവർ ചിക്കനും മട്ടനും കഴിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നതും ശരിക്കും 5 കാറ് ദേവസ്വം ബോർഡിൽ വെച്ചിട്ട് 27 ലക്ഷം രൂപയുടെ കാർ ഇവർക്ക് വാങ്ങിച്ചത് നിങ്ങളുടെ പൈസ കൊണ്ടാണ്. ദേവസ്വം ബോർഡിൽ പൈസ ഇടരുത് ഒരിക്കലും. 44,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ 4,000 ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെത്. ബാക്കി 40,000 ക്ഷേത്രങ്ങൾ പ്രൈവറ്റാണ്. ആ പ്രൈവറ്റ് അമ്പലത്തിൽ കൊടുക്കുക. അതിലും കക്കാത്തവരുടെ അമ്പലത്തിൽ കൊടുക്കുക. അപ്പോൾ എന്താണ്, ആ അമ്പലത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ അന്നദാനം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് എമൗണ്ട് അങ്ങോട്ട് കൊടുക്കണം. ഭണ്ഡാരത്തിലിട്ടാലും മതി, റെസിപ്റ്റ് ഉണ്ടാവില്ല. അവിടെ പോയിട്ട് ദേവസ്വം ബ്രഹ്മസ്വം അത് അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കരുത്. ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കരുത്. പരസ്പരം ഭാവയന്ത, ഗിവ് ആൻഡ് ടേക്ക് പോളിസി. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. അങ്ങനെ ശ്രേയസ്സോടുകൂടി ജീവിക്കാം. അതായത് ശരിക്കും കൃഷ്ണൻ പറഞ്ഞു വരുന്നത് എവിടെ? യുദ്ധകളത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഈ പ്രകൃതി ചൈതന്യത്തെ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അർജുന, നീ നിന്റെ ദൗത്യം ഏറ്റെടുക്കുക, ചെയ്യുക. ആ പ്രകൃതി നിന്നെ സംരക്ഷിക്കും. നീ ധർമ്മത്തെ സംരക്ഷിക്കുക, ധർമ്മം നിന്നെ സംരക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മമേവ ഹതോ ഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ആരാണോ അവനെ ധർമ്മം രക്ഷിക്കും. ധർമ്മത്തെ നശിപ്പിക്കുന്നവൻ ആരാണോ അവനെ ധർമ്മം നശിപ്പിക്കും. അതുകൊണ്ട് ആ ഡ്രഗ് അഡിക്റ്റിന്റെ പുറകിലൊക്കെ പോയിട്ട് സിനിമാ നടന്മാരും സിനിമാ നടിമാരും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളും കുത്തുവാളയെടുത്ത് തെണ്ടി തിരിയുന്നത് അതുകൊണ്ടാണ്. ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും, ഉറപ്പാണ്. ഏതുപോലെ ഭാരതത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ നമ്മൾ സംരക്ഷിക്കുന്നു, പട്ടാളക്കാർ നമ്മളെ സംരക്ഷിക്കുന്നു. സെയിം തിങ്. അവരുറങ്ങാതിരിക്കുന്നു നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്, അപ്പൊ അവരെ നമ്മൾ സംരക്ഷിക്കുന്നു. സെയിം തിങ്. ദേവാൻ ഭാവയദാനേന യോ ദേവാ ഭാവയന്തുവഹ തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. എല്ലാവരും, അമ്മയെയും അച്ഛനെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മളെ ആദ്യകാലങ്ങളിൽ അവർ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ഭാര്യയെ ഭർത്താവ് പ്രൊട്ടക്ട് ചെയ്യുന്നു, ഭർത്താവിനെ ഭാര്യ പ്രൊട്ടക്ട് ചെയ്യുന്നു. മാതാപിതാക്കളെ മക്കൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, മക്കളെ മാതാപിതാക്കൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മുടെ വീടിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, വീട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എല്ലാം അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലൊരു വാഴയുണ്ടെങ്കിൽ വാഴയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, ആ വാഴ പിന്നീട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബലം തരുന്നു. നിങ്ങൾ ഏത് വേണമെങ്കിൽ നോക്കിക്കോളൂ. പശുവിനെ നമ്മൾ സംരക്ഷിക്കുന്നു, പശു നമുക്ക് ആവശ്യമായിട്ടുള്ളത് തരുന്നു. അർത്ഥം മനസ്സിലായല്ലോ? എന്ത് റാഷണൽ തിങ്കിങ് ആ ഭഗവത്ഗീതയിലുള്ളത്. അടുത്തത്, ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഹ. നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ പ്രകൃതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരിച്ചു തരും. അത് പ്രകൃതിക്ക് ഇഷ്ടമുള്ളതാ. ഒരു നല്ല വാഴ വളർത്തുക, അത് പ്രകൃതിക്ക് ഇഷ്ടമുള്ളതാണ്. ആ വാഴയിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രകൃതി തരും. ആ ജന്തുക്കളെ മൃഗങ്ങളെയൊക്കെ നിങ്ങൾ വളർത്തുക, പ്രകൃതിക്ക് അത് ഇഷ്ടമുള്ളതാണ്. പ്രകൃതിയുടെ പ്രോഡക്റ്റാണ് ഈ ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ. അതിനെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നല്ല ഒരു പ്ലാവ് വെച്ചാൽ നല്ലൊരു ചക്ക നിങ്ങൾക്ക് കിട്ടും, നല്ല മാവ് വെച്ചാൽ നല്ല മാങ്ങ കിട്ടും, നല്ല പേരയ്ക്കാമരം വെച്ചാൽ നല്ലത് കിട്ടും. ദുഷ്ടന്മാരെ വളർത്തി നല്ല മുഖ്യമന്ത്രിയെയും നല്ല മന്ത്രിമാരെയും തിരഞ്ഞെടുത്താൽ നല്ല മന്ത്രിമാരും നല്ല മുഖ്യമന്ത്രി കിട്ടും. നേരെ ഓപ്പോസിറ്റ് കിട്ടും. കുളം തൊടുന്നതിനെ കയറി അവിടെ ഇരുത്തിയാൽ. പണ്ടൊക്കെ യഥാ രാജാ തഥാ പ്രജ എന്നാ പറയാ. കാരണം രാജാവ് അങ്ങോട്ട് അധികാരത്തിലിരുന്ന ഒന്നിലേക്ക് ചാവണ വരെ അല്ലെങ്കിൽ മരിക്കണ വരെ അങ്ങനെ ഇരിക്കും. ഇപ്പം അങ്ങനെയല്ല, 5 വർഷമാണ്. അതുകൊണ്ട് യഥാ രാജാ തഥാ പ്രജ അല്ല, യഥാ പ്രജാ തഥാ രാജ. പ്രജകൾക്ക് പറ്റിയ മുഖ്യമന്ത്രി ആയിരിക്കും ഇവിടെ വരിക. അതുകൊണ്ടാണ് കേരളം ഉണ്ടാക്കാൻ പരശുരാമൻ അന്നേ കോടാലി എടുത്തത്. ലോകത്തിലെ 239 രാജ്യത്തിൽ ഒരു രാജ്യവും ഉണ്ടാക്കാൻ കോടാലി എടുത്തിട്ടില്ല ദൈവം. കോടാലി എടുക്കാൻ കാരണം അന്ന് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല, ഇന്ന് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ. നമ്മൾ പ്രകൃതിക്ക് പൂർണ്ണ സംരക്ഷണവും പരിപൂർണ നന്മയും തരികയാണെങ്കിൽ പ്രകൃതി അതേപോലെ നമുക്ക് പൂർണ്ണ സംരക്ഷണവും നല്ലതും തരും. നമ്മൾ ഈ മലകളും കുന്നുകളും ഇടിച്ചു പൊളിച്ച് കുരിശു വെച്ചാൽ അതെല്ലാം പിന്നീട് കുരിശായിത്തീരും. ദാറ്റ്സ് ഓൾ. കുരിശ് വെച്ചാൽ കുരിശായിത്തീരും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ കുരിശും ഇടിച്ചു പൊളിച്ച് എല്ലാം ഒരു നിയന്ത്രണവും ഇല്ലാതെ ഗ്രാനൈറ്റ് എടുത്തു, ഓരോ സാധനങ്ങളെടുത്തു, മരം വെട്ടി, കുളം തോണ്ടി, റബ്ബർ വെച്ചു, എല്ലാം ചെയ്തപ്പോൾ വിചാരിച്ചു പ്രകൃതി മണ്ണാങ്കട്ട. പിന്നെ എന്ത് പറ്റി? ഈ വെട്ടിയവരെ അവിടെ കൊണ്ടുപോയിട്ട് ഇടിച്ച് കയറി കയ്യേറി വീട് വെച്ചവരൊക്കെ പോയി. അതാ സംഭവിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വരി പറയാൻ പാടില്ലാത്തതാ. ആ സമുദ്രം അടിച്ച് കയറുന്നതിൻ്റെ വക്കത്ത് കൊണ്ടുപോയിട്ട് വീട് വെക്കും.
ഇവർക്ക് അറിഞ്ഞൂടെ കടലിടിച്ച് കയറുന്ന ഈ കർക്കിടക മാസത്തില്, മിഥുന മാസത്തില് ഇടവപ്പാതി കഴിഞ്ഞാൽ വെള്ളമിടിച്ച് കയറുമെന്ന് അറിയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീട് വെച്ചാൽ വീട് പോകുമെന്ന് അറിഞ്ഞൂടെ? പിന്നെയും അവിടെ തന്നെ വെക്കും. പിന്നെ അവരെന്ത് ചെയ്യും? അതെനിക്കറിഞ്ഞൂടാ. കരയാൻ വേണ്ടിയിട്ടുള്ള വസ്തുത നിങ്ങൾ ഉണ്ടാക്കും. ഉത്തരം അറിയാത്തത് കൊണ്ടല്ല ഞാൻ അറിഞ്ഞൂടാന്ന് പറയുന്നത്, ഞാൻ പറയില്ല എന്ന് പറയാനാ. എത്രയോ പേര് കയ്യേറിയിട്ട് എവിടേക്കോ വെക്കുന്നു. പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് വരെ കയ്യേറാം, എന്ത് വേണമെങ്കിലും കത്തിച്ച് കളയാം, എന്ത് വേണമെങ്കിലും നശിപ്പിക്കാം. പക്ഷെ ഇവർ കൊണ്ടുപോയി കടൽ തീരത്ത് എന്തിനാ വെക്കുന്ന വീട്? അത് മഴക്കാലത്ത് പോകും എന്നറിയാം. ഇന്ന് തിരുവനന്തപുരത്ത് പെയ്ത മഴ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം മിക്കവാറും വെള്ളത്തിനടിയിലായിരിക്കാനുള്ള അത്രയും മഴ പെയ്തിട്ടുണ്ട്. 12 അടി വെള്ളം എൻ്റെ കിണറ്റിൽ കയറിയിട്ടുണ്ട്. ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണ്ടേ കടൽ തീരത്ത് വീട് വെക്കാൻ? ഇതൊക്കെ കണ്ടുകൊണ്ട് വേണ്ടേ കുരിശ് സ്ഥാപിച്ചതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വീട് വെക്കാനും പള്ളി വെക്കാനും? അതുകൊണ്ട് ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേനയേവ സഹ. പ്രകൃതിയെ സംരക്ഷിക്കാതെ അതിനെ മുഴുവനും ചൂഷണം ചെയ്ത് ഉള്ള ക്വാറി, എത്രയും 120 ക്വാറികൾക്ക് പെർമിഷൻ ഉള്ളൂ. 2800 ക്വാറികൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2800 ക്വാറികൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നത്? അത് കൃത്യമായിട്ട് അത് നശിപ്പിക്കും. അതുകൊണ്ട് തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേനയേവ സഹ. ഓർമ്മിക്കുക, ഇനി ഒരു 10% കൂടി എൻ്റെ GB ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൃത്യം 7:30 നിർത്തും. ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് വരും. അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാതെ, പ്രകൃതിയെ സംരക്ഷിക്കാതെ, പശുവിന് തീറ്റ കൊടുക്കാതെ, ചെടികൾക്ക് വളം കൊടുക്കാതെ, വായുവിനെ ശുദ്ധീകരിക്കാതെ, അത് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തോളുമെന്ന് തന്നെ ധരിക്കുകയാണെങ്കിൽ അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കുന്നവനെ പറയുന്ന പേരാണ് കള്ളൻ. അത് കൃഷ്ണൻ ഉപയോഗിച്ച വാക്കാണ്. തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. അവന്റെ പേരാണ് കള്ളൻ. സ്തേന ഏവ സഹ, അവന്റെ പേരാണ് കള്ളൻ. നല്ല വരിയാണത്. ഞാൻ എല്ലാം എടുക്കും, ഞാൻ അങ്ങോട്ടൊന്നും കൊടുക്കില്ല. അത് കള്ളന്മാരങ്ങനെയല്ലേ ചെയ്യുക? വീട്ടിൽ പോയിട്ട് എല്ലാം എടുത്തുകൊണ്ട് വരിക, അങ്ങോട്ടൊന്നും കൊടുക്കാതെ. അതുകൊണ്ട് തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ, അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കുന്നവന്റെ പേരാണ് കള്ളൻ. യജ്ഞശിഷ്ട ശിനസ്സന്തോ മുച്യന്തേ സർവകിൽപിഷൈഹി ഭുഞ്ജതേ തേ ത്വകം പാപ ഏ ഭജന്ത്യാത്മകാരണാത്. അവനവന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചാൽ, സ്വാർത്ഥതയുടെ പരമകാഷ്ടയിലിരുന്ന് പ്രവർത്തിച്ചാൽ, അവന്റെ പ്രവൃത്തിയെയാണ് പാപകർമ്മം എന്ന് പറയുന്നത്. യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ, കള്ളൻ എന്ന് പറഞ്ഞില്ലേ? ഇപ്പുറത്തെ ഭുഞ്ജതേ തേ ത്വകം പാപ ഏ ഭജന്തി ആത്മകാരണാത്. അവനവന് വേണ്ടി മാത്രം, സ്വാർത്ഥത അതിൻ്റെ പരമകാഷ്ടയിൽ എൻ്റേത്, എനിക്ക്, ഞാൻ, എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്, ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും ഞാൻ ബോധയുടെ അല്ല എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് ആരോ അവൻ യഥാർത്ഥത്തിൽ പാപമാണ്. യജ്ഞശിഷ്ടാശിനസ്സന്തോ, യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ, യജ്ഞശിഷ്ടാശിനസ്സന്തോ, യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുവോ അത് നിങ്ങൾ മുച്യന്തേ സർവകിൽപിഷൈഹി, അത് നിങ്ങൾ കഴിക്കാം. പശുവിനെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്തിട്ട് പശുവിൻ്റെ പാല് ഇഷ്ടമാതിരി കുടിച്ചോളാം. നിങ്ങൾക്ക് ഒരു പാപവും ഇല്ല. തെങ്ങിന് നല്ലോണം വളമിട്ടിട്ട് തേങ്ങ എടുത്തോളാം, ഒരു പാപവും ഇല്ല. മാവും പ്ലാവും എല്ലാം ഞാൻ XYZ എല്ലാത്തിനും പരമാവധി അങ്ങോട്ട് കൊടുത്തിട്ട് പരമാവധി ഇങ്ങോട്ട് എടുത്തോളാം. അറ്റ് ദാറ്റ് ടൈം യു ആർ നോട്ട് എക്സ്പ്ലോയിറ്റിംഗ്, അറ്റ് ദാറ്റ് ടൈം യു ആർ ഓൺലി എക്സ്ട്രാക്റ്റിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിംഗ് എന്നാണ് വാക്ക്. ദോഹനം ചെയ്യുക, ചൂഷണം ചെയ്യലല്ല. ചൂഷണം ചെയ്യൽ വേറെ, ദോഹനം ചെയ്യുക. പശുവിന് കൊടുത്തിട്ട് പശുവിൽ നിന്ന് പാലെടുക്കുക, അതിനെ നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് യജ്ഞശിഷ്ടാശിനസ്സന്തോ, യജ്ഞഭാവത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ ബാക്കിയുള്ളതെന്തോ അത് കഴിക്കുമ്പോൾ മുച്യന്തേ സർവകൃദ്വിഷൈഹി, എല്ലാ പാപത്തിൽ നിന്നും മോചനം നേടുന്നു. നിങ്ങൾക്ക് പാപം ഉണ്ടാവുന്നില്ല. പാപകർമ്മമല്ലാതെ സ്വർഗവും നരകവുമായിട്ട് ബന്ധപ്പെട്ട പുണ്യവും പാപവുമല്ല, കർമ്മത്തില് പാപകർമ്മവും പുണ്യകർമ്മവും. ഭുഞ്ജതേ തേ ത്വകം പാപ ഏ ഭജന്തി ആത്മകാരണാത്. അവനവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തി അയാളാണ് യഥാർത്ഥത്തിൽ പാപിയായി തീരുന്നത് എന്ന് ഓർമ്മിക്കുക. എന്ത് കൃത്യമായ കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അതിൻ്റെ അർത്ഥം പഠിച്ചാൽ ഇന്നത്തെ ജീവിതത്തിന് പ്രാധാന്യമുള്ളതല്ലേത്. BC 3140 ഭഗവത്ഗീത എഴുതിയത്. കലിയുഗം ആരംഭിക്കുന്നതിന് 38 വർഷങ്ങൾക്ക് മുമ്പ്. കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി 17
വ്യാഴാഴ്ച രാത്രി 11:55 ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ മേടസംക്രാന്തി രേഖയിൽ വന്ന സമയം BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55. അപ്പോഴാണ് കലിയുഗം ആരംഭിച്ചത്. അതിന് 38 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം നടന്നു. BC 3140. അപ്പോൾ ഭഗവത്ഗീത എഴുതിയിട്ട് എത്ര കാലമായി? 5162 വർഷം. 5162 വർഷം. 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീത ഇന്നും ഞാൻ പഠിപ്പിക്കുമ്പോൾ 250 പേര് ഇത് കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ഒത്തിരി പേര് ഫേസ് പേജിൽ ഇപ്പോൾ മെമ്പർഷിപ്പിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് മാത്രം. എന്തേ കാരണം? ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടല്ല, ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടേ അല്ല, ഭഗവത്ഗീത ആയതുകൊണ്ടാണ്. ഞാൻ എൻ്റെ സബ്ജക്റ്റ് 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ഒരെണ്ണം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയാണ്. ഞാൻ അതിൽ ക്ലാസ് എടുത്താൽ ഒരൊറ്റ ആൾ പോലും കേൾക്കാനുണ്ടാവില്ല. എൻ്റെ പ്ലാന്റ് പ്രോഡക്റ്റാണ് രണ്ടാമത്തേത്, PhD ബയോ കെമിസ്ട്രിയിലാണ്. ഞാൻ അതിൽ ക്ലാസ് എടുത്താൽ നിങ്ങൾ ആരും കേൾക്കാനുണ്ടാവില്ല. അപ്പോൾ ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടല്ല നിങ്ങളിത് കേൾക്കുന്നത്, ഭഗവത്ഗീത ആയതുകൊണ്ടാണ് കേൾക്കുന്നത്. ക്രെഡിറ്റ് ശ്രീകൃഷ്ണനും ഭഗവത്ഗീതയ്ക്കുമാണ്. വളരെ ധന്യമായ രീതിയിൽ ഞാൻ നിർത്താനുള്ളൊരു മനസ്സെനിക്കില്ല. കാരണം അതിലെ GB തീരാൻ പോകുന്നു. ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർന്നാൽ ഒരു ദുഃഖം. അതുകൊണ്ട് ഏതാണ്ട് തീർന്നു എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് പ്രഭോ സേവാവൃതാ ഭക്തിയാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സുസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദ. സന്തോഷമുണ്ട്. നാളെയും നമ്മൾ ഏതാണ്ട് 6:30 5 മിനിറ്റുള്ളപ്പോൾ തുടങ്ങും. ഇന്ന് നമ്മൾ എടുത്തത് നാളെ വായിക്കും. കുറെ കൂടി സ്ലോ ആയിട്ടായിരിക്കും വായിക്കുക. കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും ദുഃഖമൊന്നും ഇല്ല. ഇന്ന് പറഞ്ഞതെല്ലാം കുറേയധികം മനസ്സിലായി. ഒത്തിരി ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും, എഴുതാത്തവർ കമൻ്റ് എഴുതിയവർക്ക് മാത്രമല്ല, എഴുതാത്തവർക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കും എനിക്ക് അവസരം തന്നതിന് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.